പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ കൃപയുടെ സമയം മനുഷ്യവംശത്തിൻ്റെ മേൽ കരുണ ചൊരിഞ്ഞ ഈ നിമിഷം ഈശോയെ നിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിൻ്റെ മുമ്പിലായിരുന്നു ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഞങ്ങളോട് കാണിച്ച അനന്തമായ ഈ സ്നേഹത്തെക്കുറിച്ച്, നിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് യോഗ്യതയില്ലാതിരുന്നിട്ടും ഞങ്ങളെ നിൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് നിൻ്റെ സ്വന്തമാക്കിയതിൻ്റെ ആ വലിയ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഈ നിമിഷം ഞങ്ങളായിരിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് വാഗ്ദാനം ചെയ്ത ആ ഒരു വലിയ വാഗ്ദാനം ചെയ്ത വലിയ കൃപ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഈ 3 മണി സമയത്ത് നിൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ഒക്കെ ധ്യാനിച്ചുകൊണ്ട് നിൻ്റെ കരുണയിലേക്ക് കടന്നു വരുന്ന മക്കളെ ഒരിക്കലും കൈവിടാതെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്നരുളി ചെയ്ത കർത്താവേ, ഈ 1 മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നദ്ധിയിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ അനന്തമായ കരുണയെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ദൈവത്തിൻ്റെ കരുണയുടെ വലിയ ലക്ഷ്യം. അതായത് നമ്മളെല്ലാവരെയും അനുതാപത്തിലൂടെ നയിച്ച് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുക എന്ന ദൈവത്തിൻ്റെ കരുണയുടെ ഒരു ലക്ഷ്യമാണ്. ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ധ്യാനിക്കുന്നത് എപ്രകാരമാണ് ഈ ഒരു ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ സമീപിക്കേണ്ടത്, ഏത് മനോഭാവത്തോടെ വേണം, അല്ലെങ്കിൽ എന്തുമാത്രം ഒരുക്കത്തോട് വേണം നമ്മൾ ഈ ദൈവത്തിൻ്റെ കരുണയെ സമീപിക്കുവാൻ. പലപ്പോഴും ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായി നൽകുന്നു. അതുകൊണ്ട് ഇനി എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു ലൈസൻസ് ഇല്ല. മറിച്ച് ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ കുറേ കാര്യങ്ങൾ കൃത്യമായിട്ടും വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കർത്താവിൻ്റെ കരുണയെ നമ്മൾ സമീപിക്കുന്നത് അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറയുന്ന കുമ്പസാരത്തിലൂടെയാണ്. തൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും കുറവുകളും ഒരു മടിയും കൂടാതെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്നത്. 51-ാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് രാജാവ് പാപം ചെയ്തതിന് ശേഷം നാഥാൻ പ്രവാചകൻ എന്ന് പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ. അത് കേട്ടമാടെ തൻ്റെ ജീവിതത്തിലെ തെറ്റുക മനസ്സിലാക്കി ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കേണപേക്ഷിക്കുന്ന ദാവീദ് രാജാവിനെ കാണാൻ പറ്റും. 51-ാം സങ്കീർത്തനം അതുതന്നെയാണ്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ, എൻ്റെ അകൃത്യം നിശേഷം നീക്കിക്കളയണമേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാവശ്യവും കുമ്പസാരം എന്ന കൂദാശയ്ക്കായിട്ട് നമ്മൾ അണയുമ്പോൾ അനുതാപത്തോടെ ഈ ഒരു മനോഭാവത്തോടെ ദൈവത്തിൻ്റെ കരുണയെ സമീപിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ സമർത്ഥമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകുമെന്ന് വചനം പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കരുണയെ സമീപിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ ഗുണമാണ് വിനയത്തോടും എളിമയോടും കൂടെ കർത്താവിൻ്റെ കരുണയെ സമീപിക്കും. ഈ ഒരു വലിയ ഒരു ഗുണം നമ്മുടെ ജീവിതങ്ങളിൽ നഷ്ടപ്പെടാൻ പാടില്ല. ദൈവത്തിൻ്റെ കരുണ സമർത്ഥമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ അനുഭവേദ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
വിനയവും എളിമയും. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് 18-ാം അധ്യായത്തിൽ ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാനായി ദൈവസന്നിധിയിൽ ചെല്ലുന്നുണ്ട്. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോ പറയുന്നൊരു ഉപമയാണ്. അവിടെ ഫരിസേയൻ തന്നെ നീതിയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതേസമയത്ത് ചുങ്കക്കാരൻ, അതേസമയത്ത് സമൂഹം മുഴുവനും പാപിയാണ് എന്ന് മുദ്ര കുത്തിയിരുന്ന ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ. കർത്താവേ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ. സ്വർഗത്തിലേക്ക് പോലും കണ്ണുകൾ ഉയർത്താൻ യോഗ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞ് അവൻ നെഞ്ചുരുകി പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമൽക്കരിക്കപ്പെട്ടവനായി, അവൻ ദൈവസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയെന്ന് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. പ്രിയപ്പെട്ട, അതുകൊണ്ട് അത് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതായത് ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ സമീപിക്കുമ്പോൾ വിനയത്തോടെ, എളിമയോടെ ദൈവത്തിൻ്റെ ആ ഒരു വലിയ കരുത്തിന് കീഴിൽ നിൽക്കുക. പത്രോസ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം പറയുന്നത്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അതായത് എളിമയോടെ ദൈവത്തിൻ്റെ വലിയ കരത്തിന്, ശക്തമായ കരത്തിന് കീഴിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കാണാൻ പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കും. ദൈവം നല്ലവനാണെന്നുള്ള ഒരു ബോധ്യം നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ദൈവം നല്ലവനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും ദൈവത്തിൻ്റെ പ്രാധാന്യം കൊടുക്കാനും പറ്റും. ദൈവത്തിൻ്റെ കരുണയ്ക്ക് പോലും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോഴാണ്. പലപ്പോഴും ഒത്തിരിയേറെ ആളുകൾ പാപത്തിലേക്ക് വീണു പോകാനുള്ള ഒരു പ്രധാന കാരണം കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴവും ഉയരവും വീതിയും ഒന്നും മനസ്സിലാക്കാത്തത് കൊണ്ട്. നമുക്ക് ബലഹീനതകളുണ്ട്, പക്ഷേ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പാപത്തിലേക്ക് വീണുപോയി എൻ്റെ ഇതുപോലെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുന്നതിനും ആ ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ സമീപിക്കുമ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഗുണമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ കരുണ പകരുന്നവരായി മാറുക. അതായത് ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇതുപോലെ സമൃദ്ധമായിട്ട് ദൈവത്തിൻ്റെ കരുണ ചൊരിയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം നമ്മളും കർത്താവിൻ്റെ കരുണയുടെ മുഖങ്ങളായിട്ട് മാറണം. പലപ്പോഴും ഈ ഒരു ആസ്പെക്റ്റ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കാരുണ്യ പ്രവർത്തികളിലൂടെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ട്. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെയൊക്കെ വ്യക്തിബന്ധങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഉള്ള ഒരു വലിയ ഒരു ചിന്തയാണ്, എന്നേക്കാൾ വലിയവനായിട്ട് വേറെ ആരുമില്ല, ഞാനാണ് ഏറ്റവും വലുത്. മറ്റുള്ളവർ പറയുന്നതൊക്കെ ഞാൻ ചിലപ്പോൾ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള മനോഭാവം ഉണ്ടാകും. പക്ഷേ എളിമയോടെ മറ്റുള്ളവരെ അംഗീകരിക്കുവാനും ദൈവത്തിൻ്റെ കരുണ, ദൈവം നമ്മളോട് കരുണ കാണിച്ചതുപോലെ എനിക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങളും വേദനകളും കാണുമ്പോൾ അവരെ മനസ്സിലാക്കാനും അവരുടെ കുറ്റങ്ങളും കുറവുകളും കാണുമ്പോൾ അത് പരസ്യപ്പെടുത്താനും പ്രചരിപ്പിക്കുന്നതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ അവരെ കാണാൻ നമുക്ക് സാധിക്കും. പ്രകാരം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ മുഖങ്ങളായിട്ട് നമ്മൾ മാറുകയാണ്. സങ്കടപ്പെട്ടിരിക്കുന്നവന് ഒരു ആശ്വാസവാക്ക് പറയുന്നത്, ഒരു പുഞ്ചിരി നൽകുന്നതൊക്കെ അതൊക്കെ ദൈവത്തിൻ്റെ കരുണയുടെ മുഖങ്ങളായി നമ്മൾ മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരടയാളങ്ങളാണ്. വീണ്ടും നമ്മൾ കാണുന്നത് സങ്കീർത്തനം 86-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിന് എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ്, അതായത് ദൈവത്തിൻ്റെ കരുണ മനുഷ്യവംശത്തിന് കിട്ടിയത് ഈശോ മിശിഹായിലൂടെയാണ്. അതായത് ദൈവത്തിൻ്റെ കരുണ സമം ഈശോ മിശിഹ. കാരണം മനുഷ്യവംശം നശിച്ചു പോകാതിരിക്കാനായിട്ട് ദൈവം ഒരു യോഗ്യതയുമില്ലാതിരുന്ന മനുഷ്യവംശത്തോട് കാണിച്ച സ്നേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഈശോ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യത്തോടുകൂടെയാണ് നമ്മൾ കർത്താവിൻ്റെ കരുണയെ സമീപിക്കുക.
ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്നു. ഇത്രമാത്രം തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും കൽപ്പനകൾ പോലും ലംഘിച്ചിട്ട് പോലും നമ്മളെ ഒരു കുറവുമില്ലാതെ സ്നേഹിക്കുന്ന നല്ല തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അപ്രകാരം നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ക്രിസ്തുവിനെ മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ ഈ ഒരു അടിസ്ഥാന സ്വഭാവം നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുവാനും ദൈവത്തിൻ്റെ കരുണയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും അകന്നു പോകാൻ പറ്റാത്ത വിധം ദൈവത്തോട് ഒട്ടിച്ചേരുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കാനായിട്ട് പോകുന്ന സമയമാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒത്തിരിയേറെ രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ, ശാരീരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെയും വേദനകളുടെ നൊമ്പരങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിടുന്നവർ, ദൈവവരപ്രസാദത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുള്ളവർ, മനഃശാന്തരവും അനുതാപവും ഇല്ലാതെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും കരുണയിൽ നിന്നും അകന്നുപോയവരെല്ലാം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. 86-ാം സങ്കീർത്തനം 5-ാം വചനം പറയുന്നു, കർത്താവേ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. ഈശോയെ, നിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി തരുമെന്നുള്ള വലിയ ബോധ്യത്തോടെ പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.